ദുരന്തഭൂമിയായ കരൂരിൽ വിജയ്ക്കെതിരെ വ്യാപക പോസ്റ്ററുകൾ. വിജയ് കൊലപാതകിയാണെന്നും അറസ്റ്റ് ചെയ്യണമെന്നുമാണ് പോസ്റ്ററിലെ ആവശ്യം. അപകടത്തിന്റെ കാരണത്തെക്കുറിച്ച് ജുഡീഷ്യൽ കമ്മീഷൻ അംഗം അരുണാദേവി പ്രദേശവാസികളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തി. കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ ദുരന്ത പ്രദേശം സന്ദർശിച്ചു. കരൂർ ദുരന്തത്തിൽ ചികിത്സയിലിരുന്ന ഒരാൾ കൂടി മരിച്ചതോടെ ആകെ മരണസംഖ്യ 41 ഉയർന്നു. കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 41. ഒരാൾ ഇന്ന് പുലർച്ചെയാണ് മരിച്ചത്. 60 പേർ ചികിത്സയിലുണ്ട്. അതിൽ 7 പേർ ICUവിലാണ്. ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ഇതിനിടെ ഇന്ന് പുലർച്ചെയാണ് അന്വേഷണ കമ്മീഷൻ കരൂരിലെത്തുകയും വേലുച്ചാമിപുരം എന്ന് പറയുന്ന ഈ അപകടം നടന്ന സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തത്. പ്രദേശവാസികളുടെ മൊഴിയെടുത്തു. അവർ പറഞ്ഞത് ആൾക്കൂട്ടം ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുന്ന സ്ഥിതി വന്നു. അങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്. വിജയ് ഈ വരുന്ന വഴിയിൽ വേദിയിൽ കയറുകയോ ആളുകളെ അഭിസംബോധന ചെയ്യുകയോ ഒന്നും ചെയ്തിരുന്നില്ല. അപ്പോൾ ആദ്യം റോഡിന്റെ നടുക്കെത്തിയതിനു ശേഷം അഭിസംബോധന ചെയ്തു. അപ്പോൾ ആളുകൾ മുഴുവൻ ഒരു സ്ഥലത്തേക്ക് കേന്ദ്രീകരിച്ചു. അതാണ് ഈ അപകട കാരണമെന്നാണ് പ്രദേശവാസികൾ അന്വേഷണ കമ്മീഷന് മുന്നിൽ, ജഡ്ജിക്ക് മുന്നിൽ மொழி നൽകിയിട്ടുള്ളത്. ஏன்னா விஜய் வந்து அங்கிருந்து எந்திரிச்சு வந்திருந்தா அப்படின்னா உங்களுக்கு இந்த கை காட்டிட்டு வந்திருந்தானா உங்களுக்கு அங்கே வர இங்கே பார்த்துட்டு அப்படியே போயிருப்பாங்க. இங்கே ஒரு இடத்துல வந்து அந்த நின்ன ஸ்பாட்டுக்கு சொன்ன இடத்துல தான் வந்து தான் நீங்கள் ஸ்பீச் கொடுக்கணுங்காட்டி கொஞ்சம் எல்லாம் ஓவராக க்ரௌட் ആണങ്ങാട്ടി എല്ലാം ഇത് பண்ணி ரொம்ப ഇതായിരിച്ചുங்க. അതിനുശേഷം പിന്നീട് പല ഭാഗങ്ങളിലും ഈ വേലുച്ചാമിപുരത്തിൻ്റെയും കരൂരിൻ്റെയൊക്കെ പല ഭാഗങ്ങളിലും വിജയ്ക്കെതിരെ ഉള്ള പോസ്റ്ററുകൾ വ്യാപകമായിരുന്നു. വിജയെ അറസ്റ്റ് ചെയ്യണം, വിജയ് ഈ സംഭവത്തിൽ നിന്ന് ഒളിച്ചോടി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ പോസ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. നിർമ്മലാ സീതാരാമനും ഇന്ന് കരൂർ ആശുപത്രിയിലേക്ക് എത്തുകയും പരിക്കേറ്റവരെ കാണുകയും ചെയ്തു. സംഭവ സ്ഥലത്തേക്കും അവർ പോയിരുന്നു. ഏതായാലും കരൂർ ദുരന്തം അതിന്റെ വ്യാപ്തി വലുതാണ്. 41 പേർക്ക് ഈ അപകടത്തിൽ ജീവൻ നഷ്ടമായി. വിജയ് ഇങ്ങോട്ട് വരണമെന്ന് സംബന്ധിച്ച് കാണിച്ചുകൊണ്ട് മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. അത് മറ്റൊരു ദിവസം പരിഗണിക്കുമെന്നാണ് അറിയുന്നത്. ഏതായാലും വലിയൊരു ദുരന്തമാണ്. ആ ദുരന്തത്തിൽ നിന്ന് വിജയ് ഒളിച്ചോടി. ആ ദുരന്തം നടക്കുന്ന സമയത്ത് ആ ജനങ്ങളെ സഹായിക്കാൻ യാതൊന്നും വിജയ് ചെയ്തില്ല എന്നുള്ള പരാതിയും ഇവിടെ വ്യാപകമായി വരുന്നുണ്ട്.